നമുക്കേ കുറച്ച് കടച്ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങി നമുക്കിത് ഇന്ന് ചായയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ചക്ക നമുക്കിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാം നമുക്കിങ്ങനെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിടാം. ഓഫാക്ക്. അപ്പോൾ ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം നമുക്കിങ്ങനെ ചെത്തി കളയാം. അതിൻ്റെ ചക്കയുടെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്തെടുത്തു. ഞാൻ ഒരു ചക്ക എടുത്തോളൂ കേട്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു, 1 എണ്ണം എടുത്തോളൂ. മക്കളിത് കഴിക്കുമെന്ന് അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മോനും മോളും. അതുകൊണ്ട് എല്ലാം കൂടി വെറുതെ ഉണ്ടാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് 1 എണ്ണം എടുത്തോളൂ. 1 എണ്ണം നമുക്ക് നാളെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം. ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 1 വിസിൽ മതി കേട്ടോ. ഞാൻ 2 വിസിൽ അടിച്ചായിരുന്നു, 1 വിസിൽ മതി. 1 വിസിൽ സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ തിരുവിയിട്ടിട്ട് തേങ്ങ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. സൂപ്പറാണ്, നല്ല ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റാട്ടോ. ഞാൻ കുറേ വർഷങ്ങളായി, എനിക്കൊന്നും എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ കഴിച്ചത്, അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. വർഷങ്ങളായി പറയുകയാണെങ്കിൽ ഒരു 10 വർഷത്തിന് മേലായി ഈ കടച്ചക്ക ഞാൻ കഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കേട്ടോ. അങ്ങനെ ഞാൻ മോക്ക് കൊടുത്ത് മോക്ക് ഇഷ്ടപ്പെട്ടു. മോള് കഴിച്ച്, മോൾ 5-6 പീസ് കഴിച്ച്. മോൻ ഞാൻ പറഞ്ഞല്ലോ മോന് ഇഷ്ടപ്പെടത്തില്ല, അവന് ഇങ്ങനത്തെ ചില ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല, മോന് ഇഷ്ടപ്പെട്ടില്ല.